പ്രിയ, നീയാണോ കൈലാഷിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്? എത്തിച്ചെന്നോ? ഇവനാ എന്റെ മോനെ കൊല്ലാൻ നോക്കിയത്. നിങ്ങളാരാണ് മാഡം? ഞാൻ കൈലാഷിന്റെ മമ്മിയാ. മരണത്തിന്റെ വക്കിലെത്തിയ നിങ്ങളുടെ മകനെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിച്ചത് ഇയാളാണ്. എന്നിട്ട് പ്രിയനാണ് കൈലാഷിനെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? സർ, ഇതെല്ലാം ഇവൻ കളിക്കുന്ന വെറും നാടകമാ. എനിക്ക് ഇവനെയാണ് സംശയം. കൈലാഷിനെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി ആളെ വെച്ച് കൊല്ലാൻ ശ്രമിച്ചത് ഇവനാ. നിങ്ങൾ ഇവനെ ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ, അതോ ഞാൻ നിങ്ങളുടെ മേലുദ്യോഗസ്ഥനെ വിളിച്ച് ആക്ഷൻ എടുക്കാൻ പറയണോ? അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആളുകളെ അറസ്റ്റ് ചെയ്യലല്ല ഞങ്ങൾ പോലീസുകാരുടെ പണി. അന്വേഷണം ഇപ്പൊ ആരംഭിച്ചല്ലേ ഉള്ളൂ. സോറി സർ, ഞാൻ കൈലാഷിന്റെ ഫാദറാ. ഞങ്ങളുടെ മകൻ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നതുകൊണ്ട് ഇവള് കുറച്ച് ഇമോഷണലാ. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഓരോന്നും പറഞ്ഞു പോയതാ. സാറത് കാര്യമാക്കരുത്. നീ ഒന്ന് സമാധാനിക്ക്. അദ്ദേഹം അന്വേഷണം തുടങ്ങട്ടെ. നിങ്ങളിന്ന് മിണ്ടാതിരിക്കെ. സർ, നിങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? പേഷ്യന്റിന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി കാണാം. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? കൈലാഷ് സാറിനെ കാണാൻ. അവനെ ഈ അവസ്ഥയിലാക്കിയിട്ട് നിങ്ങൾക്കൊന്നും മതിയായില്ലേ? അകത്തേക്ക് കാലെടുത്ത് വെച്ചാ എല്ലാത്തിനും ഞാൻ കൊല്ലും. പ്രിയൻ, ഇവർ രണ്ടുപേരും വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പ്രിയൻ എന്തായാലും അകത്തേക്ക് വന്നേ പറ്റൂ. ഇവനാണ് എല്ലാത്തിനും പുറകിലെന്ന് ഞാൻ പറഞ്ഞിട്ടും ഇവനെ എന്തിനാ അകത്തേക്ക് കടത്തി വിടുന്നത്? നിങ്ങൾക്ക് പ്രിയനെ സംശയിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹീസ് എ വിറ്റ്നസ്. തന്നെ കൊല്ലാനുള്ള ശ്രമത്തിന് പിറകിൽ പ്രിയനൊരു പങ്കുമില്ലെന്നാണ് കൈലാഷ് പറയുന്നെങ്കിലോ?